ഹലോ ഹായ് കൂട്ടുകാരെ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു നാളിൽ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അങ്ങനെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കളിക്കാൻ പോകുന്നൊരു സ്വഭാവമുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവും, നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല കേട്ടോ. കാരണം എല്ലാ വീട്ടിലും എല്ലാവരുടെ കയ്യിലും ഫോണാണല്ലോ, പിന്നെ ടി വി. അപ്പോൾ അതിന് മുന്നിലായിരിക്കും കുട്ടികൾ. പക്ഷേ പഠിക്കുന്ന 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടി വിയോ ഫോണോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂൾ വിട്ട് വരിക കളിക്കാൻ പോവുക, സ്കൂൾ വിട്ട് വരിക കളിക്കാൻ പോവുക, അങ്ങനെ ഒരു ഓർമ്മ മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വന്ന സമയത്ത് ചായയൊക്കെ കുടിച്ച് നേരെ പോയി എൻ്റെ പഴയ ഡ്രസ്സുകളിലെ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ കളിക്കാനായിട്ട് പോകും. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് 1-2 സ്ഥലങ്ങളിലേക്ക് പോകരുത്. ഒന്നാമത്തത്, പാടത്ത് വെള്ളം ഉണ്ടാവും, അങ്ങോട്ട് പോകരുത്. പറമ്പിൽ പാമ്പുണ്ടാവും, അങ്ങോട്ടും പോകരുത് എന്നുള്ള വിലക്കുണ്ട് കേട്ടോ. പക്ഷേ ഞാനും ഉമ്മാൻ്റെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ടൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ നമ്മുടെ അപ്പുറത്തെ ഒരു പറമ്പിലേക്ക് ഞാവൽപ്പഴം പറക്കാനായിട്ട് പോയി. ഞാവൽപ്പഴം പറക്കി, കുറേ ഞാവൽപ്പഴം കവറിൽ പറക്കി. പക്ഷേ ഞാവൽപ്പഴം പറക്കുന്നത് വീട്ടുകാർക്ക് അറിയില്ല. കാരണം ഞാൻ ആ പറമ്പിൽ പോയിട്ടുണ്ടെന്ന് ഉമ്മാക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാവൽപ്പഴം ഒന്നും വീട്ടിൽ കാണിക്കാറില്ല, എല്ലാം ഒളിപ്പിച്ച് വെച്ച് തിന്നും. അങ്ങനെ ഒരു ദിവസം ഞാവൽപ്പഴം പറക്കി, കുറച്ച് കവറിൽ പറക്കി, കുറച്ച് പോക്കറ്റിൽ പറക്കി. അങ്ങനെ പറക്കി പറക്കിക്കൊണ്ടിരിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ഉമ്മാൻ്റെ വിളി വന്നു. 6 മണി, ഈ ഒരു സമയം 6 മണിയാണ് കേട്ടോ. ആ ഉമ്മാൻ്റെ വിളി വന്ന പാടെ പേടിയായി. ഒരിക്കൽ വിളിച്ചപ്പോൾ മിണ്ടിയില്ല, രണ്ടാമത് വിളിച്ചപ്പോൾ മെല്ലെ പോക്കറ്റിലിട്ട് എല്ലാം അങ്ങ് ഓടി, കവറും കൊണ്ട് വീട്ടിലേക്ക് ഓടി. കവർ ഒരു ഭാഗത്തൊരു മൂലയിലേക്ക് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു. അപ്പോഴേക്കും ഉമ്മ വടിയും കൊണ്ട് വരുന്നതായിട്ട് ഞാൻ കണ്ട പാടെ ഞാൻ എന്ത് ചെയ്തു, നേരെ ബാത്റൂമിലേക്ക് ഓടി കേട്ടോ. ബാത്റൂമിലേക്ക് ഓടി പാടെ ഉമ്മ ബാത്റൂമിലേക്ക് വരുന്നതും കണ്ടു. അങ്ങനെ ഉമ്മ ബാത്റൂമിൽ കയറുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ പോക്കറ്റിൽ കുറച്ച് ഞാവൽപ്പഴം ഉണ്ടല്ലോ, ആ ഞാവൽപ്പഴം എടുത്ത് ഞാൻ എൻ്റെ ഇട്ടപ്പം ഉമ്മ കാണാൻ പാടില്ലല്ലോ. ഉമ്മ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ നല്ല വീക്ക് കിട്ടും. കാരണം ആരാ പറഞ്ഞേ നിന്നോട് ആ പറമ്പിലേക്ക് പോകാൻ എന്നായിരിക്കും ഉമ്മാൻ്റെ ചോദ്യം. എന്നിട്ട് അടുത്ത അടി വരും. അപ്പോൾ എന്ത് ചെയ്തു, വായിലേക്കിട്ട് മെല്ലെ അതങ്ങ് അമുക്കി മീൻസ് എന്ന് വെച്ചാൽ ഇറക്കിയില്ല, വായിലിട്ട് ഇങ്ങനെ പിടിച്ച് നിന്നു കേട്ടോ. അപ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാന്ന് ചോദിക്കുന്നുണ്ട്. മിണ്ടിയില്ല. അപ്പോൾ ഉണ്ട് എൻ്റെ പൊന്നു കൂട്ടുകാരെ, എൻ്റെ വായയുടെ ഉള്ളിൽ ഇങ്ങനെ 1-2 സാധനം ഇങ്ങനെ അരിക്കുന്നു. എൻ്റെ പൊന്നേ, പുഴുവായിരുന്നു കേട്ടോ, കുഞ്ഞ പുഴുവായിരുന്നു. എനിക്കത് ഇറക്കാനും പറ്റില്ല, അത് തുപ്പാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥ. കാരണം ഇറക്കിക്കഴിഞ്ഞാൽ അത് വയറിനുള്ളിലേക്ക് പോകും. തുപ്പിക്കഴിയുമ്പോൾ ഉമ്മ ഞാവൽപ്പഴം കാണും. അപ്പോൾ എന്താ ചെയ്തേ, അത് വായിലിങ്ങനെ പിടിച്ച് നിന്ന് ഞാനിങ്ങനെ കരയാൻ തുടങ്ങി. ശബ്ദമില്ലാതെ കരയില്ലേ നമ്മൾ, എന്ന് പറഞ്ഞ് കരയില്ലേ, അങ്ങനെ കരയാൻ തുടങ്ങി കേട്ടോ. എനിക്ക് ചിരി വരുന്നുണ്ട്, അതാണ് വീഡിയോ സ്റ്റക്കായത്. അങ്ങനെ കരഞ്ഞതും ഉമ്മ ഇങ്ങനെ വടിയെടുത്തും കൊണ്ട് പറയെന്ന് പറഞ്ഞ് ഉമ്മ അടിക്കുന്നുണ്ട്. അത് പറഞ്ഞ പാടെ ഞാനങ്ങ് തുപ്പാതെ നിവൃത്തിയില്ല. കാരണം അത് കുഞ്ഞു പുഴു വായിലിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ ഞാവൽപ്പഴം എന്ന് പറയുന്ന സാധനം എനിക്ക് കാണുന്നതേ പേടിയാണ് കേട്ടോ. മാത്രമല്ല, ഈ കുഞ്ഞു പുഴുക്കൾ ഉണ്ടാവില്ലേ, ഈ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലൊക്കെ കാണുന്ന കുഞ്ഞു പുഴുക്കൾ, ആ പുഴുക്കളെ അന്നത്തോടെ എനിക്ക് പേടിയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാമ്പിനേക്കാളും പേടിയാണ്. അപ്പോൾ ഈ ഒരു സന്ധ്യാസമയം ആവുമ്പോൾ ഞാൻ എന്നും പുറത്തേക്ക് നോക്കിയ ആ ഒരു കാര്യം ഞാൻ ഓർക്കാറുണ്ട്. മാത്രമല്ല, എൻ്റെ ഉമ്മാനെയും എനിക്ക് അപ്പുണ്ടായ ആ ഒരു അനുഭവം എന്നും എല്ലാ ദിവസങ്ങളിലും ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ചില സമയം അങ്ങനെയാണ്, ചില സമയങ്ങളും ചില കാഴ്ചകളും നമ്മുടെ മരണം വരെ നമ്മളെ അത് മനസ്സിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് എന്നെ ആരും പൊങ്കാലയിടരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണേ.